ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ പ്ലേറ്റ്സ് ആൻഡ് പ്ലാനറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോകാൻ പോവാണ്. കണ്ടു നോക്കിയാലോ, ബാ. നമ്മൾ രാവിലെ 5 മണിക്ക് 5:30 എണീച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്നാണ് ജീപ്പ് വരുന്നത്. അമ്പലത്തിന്റെ ഫ്രണ്ട് സൈഡാണത്. അപ്പോൾ ഇവിടുന്ന് ജീപ്പ് വരും. നമ്മൾ ഷെയറിങ്ങിലാണ് പോകുന്നത്. അതായത് ഒരാൾക്ക് 500 രൂപ പ്ലസ് നമ്മൾ ചെക്ക് പോസ്റ്റിൽ 70 രൂപയും കൊടുക്കണം. അങ്ങനെ ഒരാൾക്ക് 570 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. എന്നാലാടാ, അപ്പൊ അങ്ങനെ പരിപാടി ഇന്നത്തെ നമ്മളിപ്പോ മൂകാംബി വന്നിട്ട് ഓഫ് റോഡ് പോവാണ്. എവിടേക്കാണ്? കുടജാദ്രി. കുടജാദ്രി ഇവിടെ നിന്ന് ഒരു 35 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിന്. ഓക്കെ. അവിടെ നിന്ന് ഒരു 14 കിലോമീറ്റർ വന്നിട്ട് ഓഫ് റോഡാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ജീപ്പ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ പോകുന്ന ജീപ്പ്. മൂകാംബിയിൽ നമ്മൾ അതേപറ്റി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുടയാത്രി പോണ വഴികൾ നമ്മളെ കാണിച്ചു തരാം കേട്ടോ. കൃത്യം 5:45 തന്നെ നമ്മുടെ ജീപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുടജാത്രി പോണവർ എപ്പോഴും ഇതുപോലെ മോർണിംഗ് പോകാൻ ശ്രമിക്കുക. ഒരു 5:30 ആ സമയത്ത് തന്നെ നമുക്ക് ജീപ്പ് അവിടെ എടുക്കുന്ന പോലെ ശ്രമിക്കുക കേട്ടോ. അപ്പം തന്നെ നമുക്ക് സൺറൈസും അതുപോലെ നല്ല ക്ലൈമറ്റ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നേരം വെളുത്തു തുടങ്ങി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മഴയ്ക്കുള്ള ചെറിയൊരു കോളും ഉണ്ടായിരുന്നു. ആ ഒരു ചെറിയ പേടിയുണ്ട് മഴ കിട്ടുമോ എന്നുള്ളത്. പക്ഷേ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു അത്യാവശ്യം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എന്താണ് ഷൈജോട്ടെ രാവിലെ ഫ്രണ്ട്സുകളുടെ കൂടെ കളി? അതായത് നമ്മൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ നിർത്തുകയാണ്. നമുക്ക് 45 കിലോമീറ്റർ ഉണ്ട് ടോട്ടല്. സിംഗിൾ സൈഡ് പോയിട്ട് വരുമ്പോൾ 90 കിലോമീറ്റർ. ഷൈജോട്ടനോടെ ഭയങ്കര തീവ്രമായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ടാണ് പോണ വഴികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. 35 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു മെയിൻ റോഡ് വരിക. ഓഫ് റോഡ് വരുന്നത് 10 കിലോമീറ്ററാണ്. നമ്മളങ്ങനെ മെയിൻ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി നമ്മൾ ഓഫ് റോഡാണ് പോകാൻ പോണത്. ആ 10 കിലോമീറ്റർ ഇനി ഓഫ് റോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി ഫീസ് കൊടുക്കണം. ഒരാൾക്ക് 70 രൂപയാണ് എൻട്രി ഫീസ് വരിക. നമ്മുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കണം. പിന്നെ അതിന് ശേഷം പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പാടില്ല. പ്ലാസ്റ്റിക് ഇവിടെ തന്നെ എല്ലാം ബോട്ടിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് മാത്രമേ അവർ ഉള്ളിൽ കയറ്റി വിടുള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ഒരാൾക്ക് ജീപ്പിൽ 70 രൂപയാണ് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ ഓഫ് റോഡ് കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് പോകുന്നുണ്ട് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. ഇനി മുന്നോട്ട് പോകും തോറും ഭയങ്കരമായിരിക്കും ഓഫ് റോഡ്. കണ്ടില്ലേ, പാറന്റെ മുകളിൽ കൂടിയാ ജീപ്പ് കയറി പോണത്. ഇവിടെ വഴി എന്ന് പറയണതൊന്നുമില്ല. അങ്ങനെ പാറന്റെ മുകളിലൂടെ കയറി പോവാ. പിന്നെ അതിന് ശേഷം വരുന്നത് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ്. എന്നാലും അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ കുടജാത്രി ജീപ്പ് സഫാരി എന്ന് പറയുന്നത്.
നമ്മളിത് മുകളിൽ കയറുമ്പോൾ ക്ലൈമറ്റ് വീണ്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലൊക്കെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അടിപൊളി. പക്ഷെ ക്യാമറയിൽ കാണുമ്പോഴാണ് ഇങ്ങനെ, നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫീലിംഗ് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് മുമ്പോട്ടുള്ളതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നമുക്ക് കാണാൻ പറ്റുമോ അത്. നല്ല രസം കേട്ടോ. ഈ കുടജാത്രി വരുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ വരണം. അപ്പോൾ നമ്മളങ്ങനെ അതേ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ജീപ്പ് നിർത്തിയിട്ട് നമ്മൾ ഇനി മുകളിലേക്ക് നടന്നു പോകണം. ഫുള്ള് മിസ്റ്റാട്ടാ. ഗംഭീര ക്ലൈമറ്റ്. പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. പ്രാവശ്യം ഒരു മിസ്റ്റൊക്കെ കൊണ്ട് ഇങ്ങനെ മല കയറാന്ന് വിചാരിച്ചതാണ്. കറക്റ്റ് ആയ സമയത്ത് നല്ല മിസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ട്രക്ക് ചെയ്യാൻ നടന്നു പോകും. ഭദ്രകാളിയമ്മൻ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തൊഴുതിട്ട് ഈ കാണുന്ന ഈ വഴിയിൽ കൂടെയാണ് നമ്മൾ കയറി പോവുക. വെള്ളോട്ട് പോകും. നരാട്ടൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊന്ന് കയറാൻ പോവാണ്. കയറി വരൂ. അടിപൊളി. തണുക്കുണ്ടാ? അത്ര തണുപ്പുണ്ടോ? അതല്ലേ. ഇതുവഴി നമുക്ക് മുന്നോട്ട് കയറി പോവാ. നാരാട്ടം നടന്നിട്ടുണ്ട്. തുടക്കം തന്നെ നല്ല കയറ്റമാണല്ലോ. നല്ല കയറ്റമുണ്ട്. നമ്മൾ കയറിപ്പോണ വഴി കാണിച്ചുതരാം. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കയറ്റമുണ്ട്. ഇത് നടന്ന് ശീലമില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ചെറിയൊരു കയറ്റമുള്ളൂ. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. പിന്നാണ്ട് നിരപ്പായ സ്ഥലമാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാ. നാരാട്ടം നേരെ കയറിപ്പോയി. ഇന്നലെ ആളെ ഓടി കയറിപ്പോയി. അടിപൊളി. നമ്മൾ ഏകദേശം ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. ടോട്ടലി ഒരു 10-15 മിനിറ്റിന്റെ വാക്ക്, അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 6 വർഷമായി. ഓർമ്മ ആയിട്ടുള്ള. സൂപ്പർ ഏട്ടാ. അടിപൊളി ക്ലൈമറ്റ്. ഗംഭീരം. കഴിഞ്ഞ പ്രാവശ്യം വെയിലായിരുന്നു അല്ലേ? നമ്മള് വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. ബുദ്ധിമുട്ടുണ്ടാ ഷൈജേട്ടാ? ഇല്ല. ഇതൊക്കെ എന്തല്ലേ. ലേശം വെള്ളമാവും. ഇവിടെ പച്ചവെള്ളം കിട്ടില്ല. നരാട്ടാ ഓക്കെ അല്ലേ? ഇനി നമ്മള് ഈ കാണുന്ന മലയാണ് കയറാൻ പോണത്.
കുടയാത്രയുടെ ഭംഗി ആസ്വദിക്കൂ. എൻ്റെ രസം നോക്ക്, പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് മാറി മാറി പോണ. ഒരു മുകളിലെത്തി. നമ്മൾ ചെറിയൊരു കിടപ്പുണ്ട് അവിടെ നിന്നു. ഈ ചെറിയ വഴിയിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത്. താഴേക്ക് നോക്കിയേ എത്ര അടി വലിയ കൊക്കയാണെന്ന്. എന്താ ഇത്രേ ഉള്ളൂ. ഈ ചെറിയൊരു ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ നടന്നു കയറുക. മഴയുള്ള സമയത്തൊക്കെ ഇതിൽ കൂടെ ഇതിൽ കൂടെ വെള്ളം കുത്തി ഒലിച്ച് വന്നുകൊണ്ടിരിക്കും. കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിതുവരെ മഴ കിട്ടിയിട്ടില്ല. കിട്ടാതിരിക്കണേ എന്നാണ് പ്രാർത്ഥന. മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ക്ഷീണിതനായി നിൽക്കുന്ന 2 പേർ ആണോ? അയ്യോട്ട് സെറ്റല്ലേ? സെറ്റ്. ഞാൻ നടക്കുന്ന വഴിയൊക്കെ നോക്കി ഭയങ്കര ഡേഞ്ചറാണ്, പക്ഷെ അഡ്വഞ്ചറുമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ സൂക്ഷിക്കണം ഇതുവഴി നടക്കാൻ. ഇതേ അടുത്ത മല. വീണ്ടും ഈ മലയും കൂടി കയറണം, എന്നാലേ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തുള്ളൂ അല്ലേ? ഷൈജോട്ടനെ പിന്നെ ഇത് ഒത്തിരിയല്ല അല്ല ഷൈജോട്ടാ? ഓക്കെ, നമ്മളിവിടെ ഒരു ഹിഡൻ പ്ലേസിലേക്കാണ് പോകുന്നത്. അധികാരം പോയിട്ടില്ലാത്തൊരു ഗുഹയുണ്ട് ഇതിനകത്ത്. എല്ലാവരും കുടജാദ്രി മാത്രം കയറിയിട്ടാണ് പോവാറ്. ഇത് ഇതിനകത്ത് തന്നെ ഉള്ളൊരു ഗുഹയാണ്. നമ്മൾ എത്തിയിരിക്കണം. ഓക്കെ, ഗണപതിയാണ് ഇവിടുത്തെ വിഗ്രഹം. അപ്പോൾ നമ്മൾ ഈ ഹിഡൻ സ്പോട്ടായ വിനായകൻ്റെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നടക്കുകയാണ് വീണ്ടും മുന്നോട്ട്. ഇനി മുകളിലേക്ക് കുറച്ച് ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി പോയാൽ സ്ഥലം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരുന്നതാണ്. അതെ. എൻ്റെ ഓർമ്മയിൽ ഒരു 2-3 ടേണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും എന്നായിരുന്നു. പക്ഷെ ഇതിങ്ങോട്ട് കേറിയ കഴിയണില്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക.
പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ ക്ലൈമറ്റും അതെല്ലാം കൊണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കയറി പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഷൈജോട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷൈജോട്ടൻ പതുക്കെ എങ്ങനെ സ്ലോ ആയി, പക്ഷെ എന്നാലും ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു, അടിപൊളിയായിരുന്നു. നരാട്ടാണ് അത് വീഡിയോ എടുത്തു തന്നുകൊണ്ടിരിക്കുന്നത്. അവർ പാവം ഞാൻ വരുന്നതും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവരാദ്യം കയറി പോവും, ഞാൻ പതുക്കെ ബാക്കിൽ ഇങ്ങനെ വരികയായിരുന്നു. എവിടെയാണ് അമ്പലം കാണില്ലല്ലോ. ഈ ഇലയിലുള്ള മിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്രത്തോളം തണുപ്പുണ്ടായിരുന്നു എന്നുള്ളത്. നല്ല രീതിക്ക് തണുപ്പുണ്ട്. അമ്മോ, ശരിക്കും എന്താ പറയുക, നമ്മുടെ തട്ടത്തിൻ മറയത്ത് സിനിമയിൽ പോലെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല പറയില്ലേ, അതുപോലെയാണ്. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അടിപൊളിട്ടാ. എന്തായാലും കുടയാത്ര വന്നാൽ വർത്തായി. താഴെ നമുക്ക് അങ്ങനെ ക്ലൈമറ്റ് തോന്നിയില്ല, ഫുള്ള് മിസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും അറിഞ്ഞില്ല. പക്ഷെ മുകളിൽ വന്നപ്പോഴാണ് എൻ്റെ സ്റ്റൈൽ കൊണ്ട് മാറിയത്. ഷൈജു അവിടെ തീയായി നടക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏത് പാട്ടാ മനസ്സിൽ വരുന്നത് കുടയാത്ര നിൽക്കുമ്പോൾ? പാട്ടില്ലേ കറക്റ്റ് വൈബിന് പറ്റിയ പാട്ട്. ഈ മൂകാംബിക മുരുടേശ്വരൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിനിമയിലെ പാട്ടാണല്ലേ ശരിക്കും മനസ്സിൽ വരുന്നത്. അതാണ് ഓർമ്മ വരുന്നത്. അല്ല, അത്രയും ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞ് എത്താറായോന്ന് പോലും കണ്ടെടുക്കാം. അതെ, എത്തിയല്ലോ. ഇവിടെ എത്തുമ്പോഴാ അറിയണ്. സർവജ്ഞപീഠം. നരട്ടാ, ഈ ധർമ്മപീഠത്തിന്റെ ഇവിടെയുള്ള സ്ഥലത്തിന്റെ എന്താ പ്രത്യേകത? ഇവിടുന്ന് താഴേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. ഇവിടെ താഴെ ഒരു ഗുഹയുണ്ട്, ചിത്രമൂല ഗുഹ എന്ന് പറഞ്ഞിട്ട്. അവിടെ ധ്യാനം ഇരിക്കാനും ചെറിയൊരു അമ്പലമായിട്ടുണ്ടായിരുന്നു. 2018 ശേഷമാണ് കൊണ്ട് ഇത് അടച്ചത്, ഫോറസ്റ്റുകാർ അടച്ചു. താഴെ നമുക്ക് ഇറങ്ങി ചെല്ലാനും അത്യാവശ്യം ട്രക്കിംഗ് സ്പോട്ട് പോലെയുള്ള ഒരു സ്ഥലമാണ്. സേഫ് അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. പക്ഷേ ഈ ക്ലൈമറ്റിൽ നമുക്ക് ഇറങ്ങി ചെല്ലാനും പറ്റില്ല, സേഫ് അല്ലാത്തത് കൊണ്ട്. അതുപോലെ തന്നെ ഇതും ഇവിടെയാണ് ആദ്യം ദേവി പ്രത്യക്ഷപ്പെട്ടതെന്നും ശങ്കരാചാര്യർ ഇവിടെ തപസ്സിരുന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ശേഷമാണ് മൂകാംബയിൽ പ്രതിഷ്ഠ ചെയ്തതെന്നാണ് ഐതിഹ്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ സീനങ്ങോട്ട് മാറി. പിന്നെ കുറേ ആൾക്കാർ വന്നു, ഫോട്ടോ എടുക്കലായി, ബഹളങ്ങളായി. അപ്പം നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ചിറങ്ങാന്നുള്ള തീരുമാനത്തിലായി. എന്തായാലും കുടജാത്രി വന്നതേ ഞങ്ങൾ 3 പേരും ഹാപ്പി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇനി വീണ്ടും വരുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ തിരിച്ചിറങ്ങുന്നു. നമ്മൾ കുടജാത്രിയിൽ നിന്ന് റിട്ടേൺ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന 1.5 മണിക്കൂർ ടൈമാണ്. അതിനുള്ളിൽ നമ്മൾ താഴെ പോകണം. നരാട്ടൻ ആദ്യം ഇറങ്ങി. അങ്ങനെ ഒരു പുത്തൻ ഇറക്കണം കേട്ടോ. ഇനി ഒരു കുത്തൻ ഇറക്കമായതുകൊണ്ട് പതുക്കെ സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ. നല്ല തെന്നലുണ്ട്. പതുക്കെ ഇറങ്ങണം. ക്യാമറാമാൻ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം കേട്ടോ. ക്യാമറമാൻ വർക്ക് മോഡ് ഓൺ. ക്യാമറയോട് കൂടി പോകണ്ട, ക്യാമറയോട് കൂടി ഇറങ്ങാം. ക്യാമറയും കൂടി ചാടത്ത്. അതെ, ക്യാമറ കൂടി ചാടപ്പോ ഇവിടെ ചാടിയപ്പോ എവിടെ കിടക്കൂടെ. നമ്മൾ ഇറങ്ങല്ല കേട്ടോ, കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് താഴെ നോക്കി വലിയ പൊക്കിയാണ്. നമ്മൾ ഫുൾ ബോഡി വെയിറ്റ് ഇങ്ങനെ താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഒരു 1.5 മണിക്കൂറാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. അതായത് 1.5 മണിക്കൂറിനുള്ളിൽ കയറി തിരിച്ചിറങ്ങണം എന്നാണ് അവർ പറഞ്ഞത് ജീപ്പ് ഡ്രൈവർമാർ. ഇല്ലെങ്കിൽ 1000 രൂപ ഫൈനാണ് അത്ര. പെട്ടെന്ന് താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഡെപ്ത് ഉണ്ട് നോക്കിയേ. ഇതിലാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ സമയത്തൊക്കെ ആകുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അഡ്വഞ്ചറുമാണ്, സൂക്ഷിച്ച് നടക്കണം. ഒരു രക്ഷയില്ല കേട്ടോ. അവിടുത്തെ ക്ലൈമറ്റും അടിപൊളി. കുടജാത്രേൻ്റെ ഗന്ധമൊന്നും ഞാൻ ആസ്വദിക്കട്ടെ. അങ്ങനെ നമ്മൾ കുടജാത്രി കയറി ഇറങ്ങിക്കഴിഞ്ഞു. അവർ തന്ന സമയം 1.5 മണിക്കൂറാണ്. ലേറ്റായോ? നമ്മളിത് താഴെ അമ്പലത്തിൻ്റെ അവിടെ വന്നിരിക്കുന്നുണ്ടോ. കുടിവെള്ളമാണ്. നല്ല ഫ്രഷ് വെള്ളമാണ്. അടിപൊളി, നല്ല മിനറൽ ഫ്രഷ് വാട്ടർ. നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി കുടജാത്രയിൽ നിന്ന്. ക്ലൈമറ്റൊക്കെ ഗംഭീരമുണ്ടോ, അടിപൊളിയായിരുന്നു. ചെറിയൊരു മഴ സ്റ്റാർട്ടിങ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ താഴെ എത്തണം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടോ, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്രാവശ്യം കുടയാത്ര വന്നതിൽ. യാത്രയിൽ വന്ന ഫാമിലിയാണ്. ആലുവയിൽ നിന്നാണ് പരിചയപ്പെടുന്നത്. യാത്രയിൽ വന്ന അനുഭവം നല്ലൊരു അനുഭവം. ഒരു പ്രായത്തിനിടയ്ക്ക് ആദ്യമായിട്ട് വന്നതാണ്. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലവും ഭംഗിയും എല്ലാം കൂടെ കൂടി നല്ല ബെസ്റ്റ് പ്ലേസ് ആണ്. നല്ല സ്ഥാനമാണ് അവിടെ. ഇഷ്ടപ്പെട്ടു. ചന്ദ്രാചാര്യ നാട്ടിൽ സർട്ടിഫിക്കറ്റ് സ്ഥലം കാണാൻ നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ നമ്മുടെ കൂടെ വന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരെല്ലാവരും. അച്ഛനും അമ്മയും മോനും എല്ലാവരും അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ കമ്പനിയായി എല്ലാവരോടും. അവരും അതുപോലെ തന്നെയായിരുന്നു, നല്ല സഹകരണമായിരുന്നു. നമ്മൾ പോയിട്ട് തിരിച്ച് വരുന്നവരേക്കും അടിപൊളി ഫാമിലി കേട്ടോ. അവർ ആലുവയിൽ നിന്നാണ്. അതായത് നമുക്ക് കുറേ ഫുഡും കാര്യങ്ങളൊക്കെ തന്നവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിച്ചപ്പോഴാണ് ഒരു സമാധാനം ഉണ്ടായിരുന്നത്. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ കുറച്ച് പലഹാരങ്ങളൊക്കെ തന്നു. അപ്പോൾ അതും കഴിച്ചിട്ടാണ് ബാക്കി യാത്രകൾ നമ്മളിനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദേ ഇതൊക്കെയാണ് കുടയാത്ര വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം അവിടെ മഴയായത് കാരണം ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ പിന്നെ വീണ്ടും മഴയായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ കുടജാത്രയിൽ പോണവർക്ക് ജീപ്പ് ഒരാൾക്ക് 500 രൂപയാണ്. പിന്നെ ചെക്ക് പോസ്റ്റിൽ വരുന്നത് 70 രൂപയും. അങ്ങനെ ടോട്ടൽ 570 രൂപയാണ് ചാർജ് വരുന്നത്. ഷെയറിംഗ് ആയിട്ട് പോകാൻ ശ്രമിക്കുക, അതാകുമ്പോൾ അത്രേ ചാർജ് വരുള്ളൂ. അല്ലെങ്കിൽ മൊത്തത്തിൽ അവർ 4500 രൂപ ചാർജ് മേടിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു വ്ളോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ശരി, ടാറ്റാ.